ജനാധിപത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അത് ഇന്ന സംസ്ഥാനങ്ങളൊന്നുമില്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും ഒരു വാർഡിൽ ജയിച്ച ഒരു മെമ്പർക്ക് ആ ഒരു പഞ്ചായത്തിലെ കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു വാർഡിലെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ കേരളത്തിലെ ഒരു വാർഡ്, ഞാനൊരു വാർഡ് മെമ്പറായിട്ട് ജയിച്ചു എന്നതുകൊണ്ട് എനിക്ക് കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കേരളം എന്നുള്ള ഞാനൊരു കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു വാർഡിൽ നിന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഭരണങ്ങളും എനിക്ക് എൻ്റെ മേൽത്തോട്ടത്തിൽ, ഇല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈ കേരളത്തിലെ ഏതെങ്കിലും വ്യക്തികൾ വിചാരിക്കുന്നുണ്ടോ? അത് പഞ്ചായത്താവാം, മുനിസിപ്പാലിറ്റി ആവാം, കോർപ്പറേഷനാവാം. കോർപ്പറേഷൻ്റെ പരിധികൾക്കുള്ള എന്തും ചെയ്യുവാൻ പറ്റും. അതും കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ, അതിന് മേളിലല്ല. കേരള നമുക്കൊരു സംസ്ഥാനമുണ്ട്, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. അത് ഇന്ന് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരിക്കും, നാളെ കോൺഗ്രസ് ഭരിച്ചിരിക്കും, ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ BJPയും കേരളം ഭരിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഭരണം കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം ഈ മീഡിയകളെല്ലാം കൂടെ ഒരു കോർപ്പറേഷൻ്റെ ചുമതല, കേരളത്തിലെ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുന്നു, എന്തുകൊണ്ട് കേരളത്തിൻ്റെ മൊത്തം അധികാരം BJPയുടെ കയ്യിലാണ് എന്ന് ഒരു മീഡിയകളും പ്രചരണം നടത്തണ്ട. കാരണം ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. നമുക്ക് തിരുവനന്തപുരം ജില്ല വിടാം, നമുക്ക് മറ്റുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ പാർട്ടികളാണ്, ഏതൊക്കെ കോർപ്പറേഷനുകൾ ഭരിക്കുന്നുണ്ട്. അവർ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വ്യക്തമായിട്ട് തീരുമാനമെടുക്കുവാൻ കഴിയുന്നുണ്ട്. അവരുടെ വാർഡ് എത്ര, കോർപ്പറേഷൻ ഒരു വാർഡുണ്ട്, ആ കോർപ്പറേഷൻ്റെ വാർഡിൽ മാത്രമേ അവരുടെ അധികാര പരിധിയുള്ളൂ. അങ്ങനെ മേയർക്ക് കേരളത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓരോ വാർഡിലും ജയിക്കുന്ന ഒരു പൗരനും കേരളത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ എന്തിനാണ്? ഇവിടെ ഒരു മിനിസ്റ്റേഴ്സ് എന്തിനാണ്? ഇവിടെ ഒരു സർക്കാർ എന്തിനാണ്? അപ്പോൾ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ലെവലെല്ലാം ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ആര് ഏത് കാഴ്ചപ്പാട് കൊണ്ടുവന്നാൽ അത് വ്യക്തമായിട്ട് എതിർക്കപ്പെടുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ മീഡിയക്കാർ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വിട്ടിട്ട് അങ്ങോട്ട് സഞ്ചരിക്കണം. കോർപ്പറേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം 104 102 വാർഡുകൾ. ആ വാർഡ് വിട്ടിട്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങി ചിന്തിച്ച് നോക്കുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരും വിഡ്ഢികളെന്നേ വിളിക്കത്തുള്ളൂ. കാരണം വിഡ്ഢികളാവട്ടെ, എന്തെങ്കിലും ഒരു വാർത്തയുടെയോ എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ പോലും നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ ഭരണഘടന, അതൊക്കെ എന്തൊക്കെ വ്യവസ്ഥയാണ്, അത് എങ്ങനെ പാലിക്കപ്പെടണം എന്നുള്ള വ്യക്തമായിട്ട് കാഴ്ചപ്പാട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളപ്പോൾ നിങ്ങൾ ചുമ്മാ എന്തിൻ്റെങ്കിലും പുറകെ പോവുകയാണ്. അതിനാൽ നിങ്ങൾക്കൊരു ദിവസം വേണ്ടത് ഒരു വാർത്തയാണ്. പക്ഷെ ആ വാർത്തയുടെ പുറകെ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ തകർന്നു വീഴുന്ന ജനാധിപത്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു. ജനാധിപത്യം ഇവിടെ തകർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാനിന്നൊരു ചെറിയൊരു വാർത്ത ഇങ്ങനെ വായിച്ചു കൊണ്ടപ്പം നമ്മുടെ ശബരിമല വിഷയം സംസാരിക്കുന്നതേ എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ ശബരിമല വിഷയം ഇന്ന് തന്ത്രിയെ ഒരു ഉപാധികളുമില്ലാതെ കോടതി ജാമ്യത്തിൽ വിട്ടു എന്നുള്ളൊരു വാർത്ത, എനിക്ക് അത് സത്യമാണെന്ന് അറിയത്തില്ല. ആ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അപ്പോഴും ജനാധിപത്യത്തെയാണ് ഇവിടെ അട്ടിമറിക്കുന്നത്. കാരണം നമ്മൾ ഈ കണ്ടതും കേട്ടതും വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. എന്നാൽ പിന്നെ ഈ വാർത്ത സൃഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? നമ്മളിപ്പം എല്ലാവരും നിഷ്കളങ്കരാണ്, എല്ലാവരും സത്യസന്ധരാണെങ്കിൽ ഇങ്ങനൊരു വാർത്ത എന്തിനിവിടെ സൃഷ്ടിച്ചെടുത്തത്?
ഇത് സത്യങ്ങൾ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നാ ഇപ്പോഴും സത്യങ്ങളെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് മൂടി വെക്കുന്നു. അതിനു വേണ്ടിയിട്ട് കോടതി വരെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ, നമുക്കറിയാലോ, ഇവിടുത്തെ ഏറ്റവും വലിയ നീതി ന്യായ ജനങ്ങൾക്ക് മേലല്ല കോടതി. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ജനങ്ങൾക്ക് മേലല്ല ഒരു കോടതികളും. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനങ്ങളെന്ത് പറയുന്നു, വ്യക്തികൾക്ക് പറയുന്നതിന് ഒരു പ്രാന്തമില്ല. ജനങ്ങൾ, വ്യക്തി എന്ന് വെച്ചാൽ ജനം തന്നെയാണ്. ആ ഒരു ജനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് എന്തിൻ്റെ പേരിലായിരുന്നാലും അത് എന്താണോ അത് ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശമുണ്ട്. ജനാധിപത്യം എന്ന് വെച്ചാൽ കോടതികളുടെ അടിമകളല്ല, ഒരു രാഷ്ട്രീയക്കാരുടെ അടിമകളല്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരികൾ. അത് നിങ്ങൾ എല്ലാവരും മറന്നു പോകുന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കോടതി ഒരു കാര്യം പറഞ്ഞാൽ വിമർശിക്കാൻ പാടില്ല. അതാരാ നിങ്ങളെ പഠിപ്പിച്ചത്? കോടതി തെറ്റ് കണ്ടാലും വിമർശിക്കണം. കോടതി ഒരു തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് വിമർശിക്കപ്പെട്ട് തന്നെയാകണം. എന്നാൽ പിന്നെ കോടതിക്ക് എന്തും പറയാൻ പറ്റുമോ? നാളെ ഞാനിവിടെ ജീവിക്കണം, അവരെ തൂക്കിക്കൊള്ളണം ഇത് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ ഉടനെ എന്നെ നാളെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം. എന്നാലും പ്രശ്നമല്ല. അങ്ങനെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, കോടതി അവനെ തൂക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാനല്ലെങ്കിൽ വേറൊരാൾ അത് അംഗീകരിക്കുമോ? ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് അധികാരം. ഇന്ത്യൻ ഭരണഘടനയിൽ കോടതികൾക്കാണ് അധികാരം എന്ന് ആരെങ്കിലും പറയട്ടെ. കോടതികൾക്ക് അധികാരമുണ്ട്. നീ തെറ്റ് ചെയ്യുമ്പോൾ നീ ചെയ്ത തെറ്റ് അല്ലയോ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ കോടതികൾക്ക്. അല്ലാതെ ഒരു ഇന്ത്യൻ പൗരന്റെ നിയമങ്ങൾ നിഷേധിക്കാൻ, ഇന്ത്യൻ പൗരൻ ചോദ്യങ്ങളെ പിൻവലിക്കാനുള്ള ഒരു രാഷ്ട്രീയക്കാർക്ക് പലതും പറയാം. അപ്പോഴും രാഷ്ട്രീയക്കാരും ഇന്ത്യൻ പൗരനും, അതുകൊണ്ടാണല്ലോ അവരിത്രയും സംസാരിക്കുന്നത്. കാരണം നമ്മളൊരു ഇന്ത്യൻ പൗരനാണെന്ന് രാഷ്ട്രീയക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർക്കെന്ത് തോന്നിയ ദിവസം കാണിക്കാം. എന്നാൽ ഇവിടെ സാധാരണ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ പറയും അത് കോടതിയുടെ ഉത്തരവ് ലംഘിച്ചിട്ടാണെന്ന്. എന്ത് കോടതിയുടെ ഉത്തരവ്? ഇവിടെ കോടതിയുടെ ഉത്തരവുകൾ ലംഘിക്കപ്പെട്ടിരിക്കും. അനാവശ്യമായിട്ടുള്ള ഉത്തരവുകൾ കോടതി പുറപ്പെടുവിക്കുമ്പോൾ അത് ലംഘിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഇവിടെ പോലീസിനെയും പട്ടാളത്തിനെയും കൊണ്ട് നേടും. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു കോടതി ഇടപെട്ടിട്ട് ഇനിയും മുന്നോട്ട് കോടതികളുടെ ഇടപെടലിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട്. കാരണം എല്ലാവർക്കും കൂടെ തെറ്റ് ചെയ്യാമെന്നേ. കേരളത്തിലല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ എല്ലാവർക്കും തെറ്റ് ചെയ്യാം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കണക്ക് പുറത്തു വന്നു. ഇലക്ട്രിക്കൽ ബോണ്ട്. ഇവിടെ ആരും ചർച്ച ചെയ്യുന്നത് എന്താണ് ഇലക്ട്രിക്കൽ ബോണ്ട് വന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ കോടികൾ വാങ്ങിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. വേറെ ആർക്കും കൊടുക്കത്തില്ല. അവർ ഇലക്ട്രിക് ബോണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് സംഭാവന കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്വത്തുക്കളും രാഷ്ട്രീയക്കാരാണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സ്വത്തുക്കൾ, കാരണം ഇത് പൊതുസേവനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പൊതുജനത്തിനാണ് നിങ്ങൾ സേവനം ചെയ്യാനാണ് ഒരു രാഷ്ട്രീയക്കാരനെങ്കിൽ, ഇന്ന് വരെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള എല്ലാ സ്വത്തുക്കളും ഖജനാവിൽ വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടി വളർത്താനോ സ്വന്തം സമൂഹത്തെ വളർത്താനോ അല്ല ജനങ്ങൾ സംഭാവന ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. നിങ്ങളുടെ ആസ്തികളെല്ലാം ഇവിടുത്തെ പൊതു ഖജനാവിലോട്ട് കൊടുക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അത് കൊടുക്കുമോ? നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാർ അത് കൊടുക്കില്ല. എന്നാ അറിയാം, അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ പോയത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ബോണ്ട് വഴി ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ പൈസയും അപകരിച്ചു. ഇവിടുത്തെ ആരുടെ ജനങ്ങളുടെ പൈസയാണ്? ഇവിടെ സാധാരണ ജനങ്ങളുടെ പൈസയാണ് നിങ്ങളെല്ലാം അപകരിച്ചിട്ടുള്ളത്. കാരണം അവരിന്ന് ഒരു നേരത്തെ അന്നം കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഡബിൾ ടാക്സ് കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ മേടിക്കുന്നത്. ഈ പൈസ നിങ്ങൾ കമ്പനിക്കാർ ഈടാക്കിക്കൊണ്ട് അത് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ ബോണ്ട് ആർക്കും ഒരു കണക്കും ഇല്ല. എന്താണ് ഇലക്ട്രിക്കൽ ബോണ്ട്? ആർക്കും എന്ത് ചെയ്യാം? നമുക്കറിയില്ല. കഴിഞ്ഞ ഇവിടുത്തെ നമ്മുടെ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊച്ചിയിലുണ്ടായാലും നമ്മുടെ സാബുവിൻ്റെ അതെനിക്ക് വ്യക്തമാണ്. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ, ഒരു ED അന്വേഷണം വന്നപ്പോൾ അയാൾ നേരെ കയറി BJPയിലോട്ട് കയറിപ്പോയി. ഞാൻ BJP അല്ല, അതിനെന്താ കോൺഗ്രസ് ചോദ്യം ചെയ്തില്ല? ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം വന്ന് കോൺഗ്രസിൽ നിന്ന് BJP പോകുന്നതിന്, BJPയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നത് തന്നെ അവർ ജനാധിപത്യ ജനങ്ങളെ പറ്റിച്ചുള്ള കാശ് മറയ്ക്കാൻ വേണ്ടി മാത്രമാണ്.
കാരണം ജനങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരും മിണ്ടുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും എന്നെ അധികാരത്തിൽ വരും പറയും ഞാൻ അത് ചെയ്യും, ഞാൻ ഇവിടെ ഇപ്പം ചെയ്ത് കാണിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ കാശുകളും ഇവിടെ സാധാരണ ജനത്തിൻ്റെ കാശാണ്. അവനിവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഡെയിലി നെട്ടോട്ടം ഓടുന്ന നിങ്ങൾ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാധാരണ ജനങ്ങൾ പണി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചുമ കാണാം. ഈ നട്ട് വെയിലത്ത് അവർ കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ച് അവർ നിങ്ങൾ ടാക്സിയുമ്പോൾ നിങ്ങളിരിക്കുന്ന AC റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ കണക്കും നിങ്ങൾ ചിലവാക്കുന്ന കണക്കും തുക എത്രയാണെന്ന് അറിയാം, കോടികളാണ്. അതിൽ ഒരു രാഷ്ട്രീയക്കാരും പുറകോട്ടല്ല. എല്ലാവരും ചിലവാക്കുന്നത് കോടികളാണ്. ഈ കോടികളിൽ ഒരു അംശം മതിയല്ലോ. ഇവിടെ സാധാരണ നമ്മൾ ഈ പാർട്ടിക്കാർക്ക് ഇങ്ങനെ ഫണ്ട് ശേഖരിക്കുന്ന ആ ഒരു ഫണ്ട് മാത്രം മതി ഒരു സാധാരണ ഒരു വാർഡിൽ തന്നെ തരം തിരിച്ചിട്ട് സാധാരണ ജനങ്ങളെ ഉന്നമനത്തിലെത്തിക്കാൻ ഇത് തന്നെയാണ് ധാരാളം. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാകത്തില്ല അത്. പക്ഷെ നിങ്ങളുടെ ഫണ്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ എപ്പോഴും ഇതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് നടക്കുന്നത്.